പലപ്പോഴും കറണ്ട് ബില്ല് കാണുമ്പോൾ നമുക്ക് തല കറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒരല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ സ്റ്റാർ റേറ്റിംഗ് ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വാങ്ങുക. 1 മുതൽ 6 വരെ സ്റ്റാർസ് ആണ് ഒരു ഉപകരണത്തിന് ലഭിക്കുക. ഓരോ സ്റ്റാറും കൂടുന്നതിനനുസരിച്ച് 10% മുതൽ 30% വരെ വൈദ്യുതി ലാഭിക്കാൻ കഴിയും. വയറിങ്ങിനായി തിരഞ്ഞെടുക്കുമ്പോൾ ISI മുദ്രയുള്ള വയറുകൾ മാത്രം തിരഞ്ഞെടുക്കുക. വയറിംഗ് കാലപ്പഴക്കം ചെന്നതാണെങ്കിൽ വൈദ്യുതി ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടും മീറ്റർ കറങ്ങുന്നുണ്ട് എങ്കിൽ വൈദ്യുതി ചോർച്ച ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിച്ചാൽ വൈദ്യുതി ചോർച്ച തടയാൻ സാധിക്കും. LED ലാമ്പുകൾ, CFL ലാമ്പുകൾ, സോളാർ വിളക്കുകൾ ഇവ ഉപയോഗിക്കുക. ഫാനിന്റെ റെഗുലേറ്റർ സ്റ്റെപ്പ് റെഗുലേറ്റർ ആണോ എന്ന് നോക്കി വാങ്ങുക. പാനൽ LCD മോണിറ്ററുകളുള്ള TV, കമ്പ്യൂട്ടർ ഇവ നോക്കി വാങ്ങുക. അതുപോലെ ലൈറ്റുകളും ഫാനുകളും പൊടി പിടിച്ച് കിടക്കാതെ സൂക്ഷിക്കുക. ഓവർലോഡിൽ മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഇവ പ്രവർത്തിപ്പിക്കരുത്. സന്ധ്യാസമയത്തും വോൾട്ടേജ് കുറവുള്ളപ്പോഴും ഇവ ഉപയോഗിക്കാതിരിക്കുക. വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഫ്രണ്ട് ലോഡ് മെഷീനുകൾ വാങ്ങുക. അതുപോലെ വാഷിംഗ് മെഷീനിൽ സോപ്പ് പൊടി ആവശ്യത്തിന് മാത്രം ഇടുക. ഫ്രിഡ്ജ് പലവട്ടം തുറക്കാതിരിക്കുക. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജ് വൃത്തിയാക്കുക. ഫ്രിഡ്ജിന്റെ ഡോർ എയർ ടൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം. എങ്കിലും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഒരല്പം പൈസ മിച്ചം വരുത്താൻ, നമ്മുടെ സമ്പത്തിന്റെ ചെറിയ തോതിൽ ഉയർച്ച ഉണ്ടാകുവാനായി അത് സാധിക്കും.